ഇന്ന് നമുക്ക് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്യാം. മെയിനായിട്ടും 5 ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആണ് വരുന്നത്. അതിലേതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 3 ലീഡർഷിപ്പ് സ്റ്റൈൽ തമ്മിൽ കമ്പാരിസൺ നടത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ വളരെ ഷോർട്ടായിട്ട് എന്താണ് ഈ 5 ലീഡർഷിപ്പ് സ്റ്റൈലും എന്നൊന്ന് നമുക്ക് പറഞ്ഞു പോവാം. ഒന്നാമത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ അല്ലെങ്കിൽ ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് ആണ്. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിനെ അതോറിറ്റേറിയൻ, ഡയറക്റ്റീവ്, മോണോതെറ്റിക് സ്റ്റൈൽ എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ മാനേജർ ചെയ്യുന്നത് എന്തായിരിക്കും? സെൻട്രലൈസസ് ഡിസിഷൻ മേക്കിംഗ് പവർ ആൻഡ് അതോറിറ്റി ഇൻ ഹിംസെൽഫ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഈ അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഓട്ടോക്രാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ലീഡർ അല്ലെങ്കിൽ മാനേജർ എന്ന് പറയുന്ന ആൾ എന്തായിരിക്കും ചെയ്യുക? ഡിസിഷൻ മേക്കിംഗ് പവറും അതോറിറ്റിയൊക്കെ അയാൾ സെൻട്രലൈസ്ഡ് ആയിരിക്കും ചെയ്യുക. അയാളുടെ കൈവശം തന്നെ അത് ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഹി എക്സസൈസസ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ഹിസ് സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റ്സ് മേലെ അയാൾ എന്ത് ചെയ്യും? ഫുൾ കൺട്രോളും അയാൾ എക്സസൈസ് ചെയ്യുമെന്നതാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെയായിരിക്കും ഗ്രൂപ്പിൻ്റെ ഗോൾസ് സെറ്റ് ചെയ്യുന്നത്, വർക്ക് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യുക, അതെല്ലാം ഈ പറയുന്ന ലീഡർ അല്ലെങ്കിൽ മാനേജർ ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഇദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സബോർഡിനേറ്റ്സിന് ഓർഡേഴ്സ് കൊടുക്കുന്നു. ആ ഓർഡേഴ്സ് അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? സബോർഡിനേറ്റ്സ് അവിടെ വർക്ക് ചെയ്യണം, അവർ ഇത് ഒബേ ചെയ്യണമെന്നാണ് അദ്ദേഹം അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹി ഡസ് നോട്ട് കെയർ ടു നോ ദ ഫീലിംഗ് ഓഫ് ദി വർക്കേഴ്സ്. അപ്പോൾ ഇവിടെ വർക്കേഴ്സിന് അല്ലെങ്കിൽ സബോർഡിനേറ്റിൻ്റെ ഫീലിംഗ്സിന് അദ്ദേഹം വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല, അതിനെ ഒരു കെയറും കൊടുക്കുന്നില്ല എന്നതാണ് പറയുന്നത്. ഇനി ഈ ഓട്ടോക്രാറ്റിക് സ്റ്റൈലിൽ ഓട്ടോക്രാറ്റിക് ലീഡേഴ്സിനെ നമ്മൾ ഒന്നും കൂടി സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റ് എന്ന് പറയുമ്പോൾ വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ലീഡറിനെയാണ് സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്തായിരിക്കും ചെയ്യുന്നത്? സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലീഡർ സബോർഡിനേറ്റ്സിനെ നെഗറ്റീവ് മോട്ടിവേഷൻ വഴിയായിട്ടായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതായത് സബോർഡിനേറ്റ് എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുക, പെനാൽറ്റി ഇമ്പോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ കൂടെയൊക്കെയാണ് അയാൾ സബോർഡിനേറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ നമ്മൾ സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റ് എന്നാണ് പറയുന്നത്. അടുത്തത് ബെനവലൻ്റ് ഓട്ടോക്രാറ്റ് എന്നാണ്. ഈ ഒരു മെത്തഡിൽ ലീഡർ സബോർഡിനേറ്റ്സിനെ പോസിറ്റീവ് മോട്ടിവേഷൻ, അതായത് ഇപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സബോർഡിനേറ്റ്സിന് എന്ത് ചെയ്യുന്നു? റിവാർഡ്സും ഇൻസെൻറ്റീവ്സും ഒക്കെ കൊടുത്തുകൊണ്ട് ഒന്നുകൂടി മോട്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു രീതിയിലാണെങ്കിൽ ബെനവലൻ്റ് ഓട്ടോക്രാറ്റ് എന്ന് പറയും. ഇനി അടുത്തത് മാനിപ്പുലേറ്റ് ഓട്ടോക്രാറ്റ് ആണ്. ഈ ഒരു സ്റ്റൈലിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ടു മേക്ക് ദ സബോർഡിനേറ്റ് ടു ഫീൽ ദാറ്റ് ദേ ആർ ആക്ച്വലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് ഈവൻ ദോ ഹി ഹാഡ് ഓൾറെഡി ടേക്കൺ ഡിസിഷൻ. മാനിപ്പുലേറ്റീവിൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ആ ഒരു ഓട്ടോക്രാറ്റിക് ലീഡർ ഓൾറെഡി ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരിക്കും. ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ കൂടെയും അയാൾ എന്ത് ചെയ്യുന്നു? സബോർഡിനേറ്റ്സിനെ കൂടെ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ സബോർഡിനേറ്റ്സിനെ അവിടെ ഫീൽ ചെയ്യും ആ ഡിസിഷൻ മേക്കിങ്ങിൽ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചു എന്ന ഒരു ഫീലിങ്സ് അവർക്ക് വരും. പക്ഷേ ആക്ച്വലി ഓൾറെഡി അയാൾ എടുത്തിട്ടുള്ളൊരു ഡിസിഷനായിരിക്കും മാനിപ്പുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ലീഡർ ആണെങ്കിൽ മാനിപ്പുലേറ്റീവ് ഓട്ടോക്രാറ്റ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഫ്രീ റെയിൻ ഓർ ലേസസ് ഫെയർ ലീഡർഷിപ്പ്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രീഡം സബോർഡിനേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഫ്രീ റെയിൻ അല്ലെങ്കിൽ ലേസസ് ഫെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലീഡർ എന്താണ് ചെയ്യുന്നത്? പാസസ് ഓൺ ദ റെസ്പോൺസിബിലിറ്റി ഫോർ ഡിസിഷൻ മേക്കിംഗ് ടു ഹിസ് സബോർഡിനേറ്റ്സ് ആൻഡ് ടേക്സ് എ മിനിമം ഇനിഷ്യേറ്റീവ് ഇൻ അഡ്മിനിസ്ട്രേഷൻ. ഇവിടെ ലീഡർ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി, ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി സബോർഡിനേറ്റിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിൽ മിനിമം ആയിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവ് മാത്രമായിരിക്കും ആരെടുക്കുന്നുണ്ടാവുക? ഈ പറയുന്ന ലേസസ് ഫെയർ ലീഡർഷിപ്പ് ലീഡർ എടുക്കുന്നുണ്ടാവുക. ഈ ഒരു സ്റ്റൈൽ പ്രകാരം ലീഡർ അവിടെ ഒരു ചെറിയൊരു റോൾ, ഒരു മൈനർ റോൾ മാത്രമേ പ്ലേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഗ്രൂപ്പ് മെമ്പേഴ്സിനായിരിക്കും അവിടെ കൂടുതൽ പ്രാധാന്യം ഉണ്ടാവും. ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്ത് ചെയ്യും? അവർ തന്നെ വർക്ക് ചെയ്യുന്നു, അവരുടെ തന്നെ ഓൺ മോട്ടിവേഷനിൽ അവർ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ ലീഡർ അല്ലെങ്കിൽ മാനേജർ ഒരു കോൺടാക്ട് മാൻ, അതായത് ഔട്ട്സൈഡേഴ്സും ഈ പറയുന്ന ഗ്രൂപ്പിലെ മെമ്പേഴ്സും തമ്മിൽ കോൺടാക്ട് ചെയ്യുന്ന ഒരു ഇടനിലക്കാരൻ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഇവിടെ ലീഡർ അല്ലെങ്കിൽ മാനേജർ ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ സബോർഡിനേറ്റ്സ് വളരെ ഇൻ്റലിജൻ്റ് ആണ്, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സബോർഡിനേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈല് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തഡാണ്. ഇനി ഇതിനെ നമ്മൾ പെർമിസീവ് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് എന്നും പറയും കേട്ടോ. മൂന്നാമത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് സ്റ്റൈലാണ്. അപ്പോൾ ഇവിടെ ഒരു ടീമായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ കൺസൾട്ടേറ്റീവ്, ഐഡിയോഗ്രാഫിക് സ്റ്റൈൽ എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ എന്താണ് പറയുന്നത് നോക്കാം. ഇറ്റ് ഈസ് എ സ്റ്റൈൽ ദാറ്റ് എൻകറേജ് ടീം മെമ്പേഴ്സ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് ആ ഒരു ലീഡർ അല്ലെങ്കിൽ മാനേജർ അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള ടീം മെമ്പേഴ്സിനെ എല്ലാവരും എന്ത് ചെയ്യുന്നു? ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് എൻകറേജ് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസിഷൻ മേക്കിങ്ങിൽ സബോർഡിനേറ്റ്സിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. ഇനി ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് ആണ്. അതായത് സബോർഡിനേറ്റ്സിലേക്കും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയൊക്കെ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സ്റ്റൈലിൽ ലീഡർ തന്നെ അല്ലെങ്കിൽ മാനേജർ തന്നെ എന്ത് ചെയ്യില്ല? യൂണിലാറ്ററൽ ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കില്ല. അയാൾ തന്നെ സ്വമേധയാ അല്ലെങ്കിൽ എന്താ പറയുക
അയാൾ സ്വന്തമായിട്ടൊരു ഡിസിഷൻ അവിടെ എടുക്കില്ല. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഡിസ്കഷനിൽ കൂടെയോ അല്ലെങ്കിൽ പവർ ഷെയർ ചെയ്യുന്നത് വഴിയോ ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഗ്രൂപ്പിനോടും കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ടായിരിക്കും ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ പ്രകാരം ഓർഗനൈസേഷൻ്റെ സ്റ്റബിലിറ്റി നമുക്ക് ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് എംപ്ലോയീസിൻ്റെ ഇടയിൽ മൊറയിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിൽ നല്ല രീതിയിലൊരു കോപ്പറേഷനും അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് കംപ്ലയിൻറ്റ്സും ഗ്രീവൻസും ഒക്കെ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ എംപ്ലോയീസിന് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടുന്ന ഒരു സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പാണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ. അടുത്ത സ്റ്റൈൽ എന്ന് പറയുന്നത് പാറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ്. അണ്ടർ ദി സ്റ്റൈൽ ദ ലീഡർ അസ്യൂംസ് ദാറ്റ് ഹിസ് ഫംഗ്ഷൻ ഈസ് പാറ്റേണൽ ഓർ ഫാദർലി. അതായത് ഈ ഒരു സ്റ്റൈലിൽ ലീഡർ അസ്യൂം ചെയ്യുന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ഫാമിലിയിൽ ഫാദറിൻ്റെ പൊസിഷൻ എന്താണോ അത് തന്നെയാണ് ലീഡറിൻ്റെ പൊസിഷനും. ഓക്കെ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ലീഡർ ആൻഡ് ഹിസ് ഗ്രൂപ്പ് ഈസ് സെയിം ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാദർ ആൻഡ് ഹിസ് ഫാമിലി. സോ അതുകൊണ്ട് തന്നെ ലീഡറും ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സും അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ഫോളോവേഴ്സും തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഫാദറും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണോ ആ ഒരു രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹിയർ ദ ലീഡർ ഗൈഡ്സ് ആൻഡ് പ്രൊട്ടക്ട് ഹിസ് സബോർഡിനേറ്റ് ആസ് മെമ്പേഴ്സ് ടു ഹിസ് ഫാമിലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഡർ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരാളുടെ ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ എങ്ങനെയാണോ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ സബോർഡിനേറ്റിനെ ഇവിടെ ഗൈഡ് ലൈൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആസ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി ദ ലീഡർ പ്രൊവൈഡ്സ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ടു ഹിസ് സബോർഡിനേറ്റ്സ്. അപ്പോൾ ഒരു ഫാമിലി ഹെഡ് എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലീഡർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സബോർഡിനേറ്റ്സിന് നല്ല വർക്കിംഗ് കണ്ടീഷനും ഫ്രിഞ്ച് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റൈല് ജപ്പാനിലാണ് കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് കണ്ടിട്ടുള്ളത് കേട്ടോ. സ്റ്റൈൽ എന്ന് പറയുന്നത് കരിസ്മാറ്റിക് ലീഡർഷിപ്പാണ്. ഈ കരിസ്മാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ കരിസ്മാറ്റിക് ലീഡർ കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയും ഒരു ഷാമും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിസ്മ യൂസ് ചെയ്തുകൊണ്ടാണ് സബോർഡിനേറ്റ്സിനെ അട്രാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം എങ്ങനെ അറിയപ്പെടുന്നത്, കരിസ്മാറ്റിക് ലീഡർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കരിസ്മാറ്റിക് ലീഡർ ഫോളോവേഴ്സിനെ ഗാദർ ചെയ്യുന്നത് എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റിയും ഷാമും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അവിടെ ഫോളോവേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിൽ അവരുടെ ലീഡർ എങ്ങനെയായിരിക്കും, കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു ലീഡർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റിയും കാര്യങ്ങളും ആയിരിക്കും സബോർഡിനേറ്റ്സിനെ അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കരിസ്മാറ്റിക് ലീഡർ ആ ഒരു ഗ്രൂപ്പിനുള്ളിൽ ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഫോളോവേഴ്സിൻ്റെ ഇടയിൽ മൈൻഡിൽ എന്താണ്, അദ്ദേഹം ഒരു സുപ്പീരിയർ എന്നുള്ള രീതിയിലായിരിക്കും എപ്പോഴും അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക.